പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് അലൂമിനിയവുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ്സാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം അയൺ പഠിച്ചു അല്ലേ? അപ്പോൾ അയണിൻ്റെ ക്ലാസ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം. സയൻസിൻ്റെ എല്ലാ ക്ലാസ്സും കണ്ടുവരണം. നമ്മൾ തിങ്കളും വ്യാഴനുമാണ് നമ്മുടെ സയൻസിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന ദിവസം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് കണ്ടുവരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അലൂമിനിയം എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അലൂമിനിയത്തിൻ്റെ സിമ്പൽ എല്ലാവർക്കും അറിയാമല്ലോ. അലൂമിനിയത്തിൻ്റെ സിമ്പൽ പറഞ്ഞേ എങ്ങനെയാ? AL എന്നല്ലേ? അപ്പോൾ അലൂമിനിയത്തിൻ്റെ സിമ്പൽ AL എന്നാണ്. ഓക്കെ, അതിനകത്ത് ഡൗട്ടൊന്നുമില്ല. സോഡിയം ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഡൗട്ട് വരണം അല്ലേ? സോഡിയം നാട്രിയം ആണ് കേട്ടോ. ലാറ്റിൻ വേർഡ് നാട്രിയം എന്നാണ്. പൊട്ടാസ്യം ആണെങ്കിൽ കാലിയം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇരുമ്പ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇരുമ്പാണെങ്കിൽ ഫെറം എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇരുമ്പ്. അതുകൊണ്ടാണ് ഇരുമ്പെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ FE എന്ന് എഴുതാൻ കാരണം. ഓക്കെ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതാണ്. ഇവിടെ നമ്മൾ അലൂമിനിയത്തെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല, അലൂമിനിയം AL അല്ലേ? അപ്പോൾ അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ നോക്കുകയാണെങ്കിൽ 13ആണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണം. ഒരു ആറ്റത്തിനകത്തിരിക്കുന്ന പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13ആണ്. മാസ് നമ്പർ എത്രയാണ്? 27ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഒരു ആറ്റത്തിനകത്തിരിക്കുന്ന പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുക? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പം പ്രോട്ടോൺ എവിടെ ഇരിക്കുന്നത്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്ത്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ അകത്തിരിക്കുന്ന പ്രോട്ടോണുകളുടെ എണ്ണം 13ആണ്, ന്യൂട്രോണുകളുടെ എണ്ണം 14ആണ്. ഓക്കെ, അപ്പോൾ 13ഉം 14ഉം കൂടെ കൂട്ടുമ്പോഴാണ് 27 കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇനി പീരിയോഡിക് ടേബിളിൽ നമുക്ക് അലുമിനിയത്തെ എവിടെ കാണാൻ പറ്റും? 13ാമത്തെ ഗ്രൂപ്പിൽ. 18 ഗ്രൂപ്പാണ് പീരിയോഡിക് ടേബിളിലുള്ളത്. അതിൽ 13ാമത്തെ ഗ്രൂപ്പിൽ നമുക്ക് അലുമിനിയത്തെ കാണാൻ കഴിയും. 13ാമത്തെ ഗ്രൂപ്പിൽ എലമെന്റ് ഏതൊക്കെയാ? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഇത്രയും എലമെന്റുകളുണ്ട്. അതിൽ 2ാം സ്ഥാനത്താണ് ഈ എലമെന്റ് ഇരിക്കുന്നത്. അപ്പോൾ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം എന്നതാണ് ആ ഗ്രൂപ്പിലെ എലമെന്റുകൾ. അപ്പോൾ അലുമിനിയത്തിന്റെ എന്താ പറയുക, അലുമിനിയത്തിന്റെ പീരീഡ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4ഉം ഗ്രൂപ്പ് ഏതെന്ന് ചോദിച്ചാൽ 13 പറയാം. നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെയാണ് നമ്മൾ എർത്ത് ക്രസ്റ്റ് എന്ന് പറയണം അല്ലേ? എർത്ത് ക്രസ്റ്റിനകത്ത് ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ഏത്? അലുമിനിയം. അപ്പോൾ ഇവിടെ വേറൊരു കൺഫ്യൂസിങ് ഫാക്റ്റ് ഉണ്ട്. നമ്മുടെ ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ്. ആ ഭൂവൽക്കത്തിൽ എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. എന്നാൽ എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള മെറ്റൽ ചോദിക്കുകയാണെങ്കിൽ അത് അലുമിനിയം. എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ചോദിക്കുകയാണെങ്കിൽ ഓക്സിജൻ. ഇത് മറന്നു പോകരുതേ, ഏറ്റവും പ്രധാനമാണ്. ഇനി ഭൂമിയുടെ അകക്കാമ്പ് അവിടെ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ചോദിക്കുകയാണെങ്കിൽ, എലമെന്റ് അല്ല ലോഹം ചോദിക്കുകയാണെങ്കിൽ അയൺ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പും, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം മെറ്റൽ ഏതാണ്? അത് അലൂമിനിയവുമാണ്. ഇത് 2 പോയിന്റും മറന്നു പോകരുത്. അപ്പം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അലൂമിനിയം. ഓക്കെ, ഇനി നമ്മുടെ ഭൂവൽക്കത്തിൽ ലോഹം ചോദിച്ചാലാണ് അലൂമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ചോദിക്കുകയാണെങ്കിൽ ഓക്സിജനും അതേപോലെ സിലിക്കണും കഴിഞ്ഞാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന 3ാമത്തെ മൂലകവും കൂടിയാണ് അലൂമിനിയം എന്നതും പഠിക്കണം. ഓക്കെ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ചോദിച്ചാൽ അലൂമിനിയം. എന്നാൽ 3ാമത്തെ മൂലകം ചോദിച്ചാലും അലൂമിനിയം. 1ാമത്തെ മൂലകം ഓക്സിജൻ, 2ാമത്തെ സിലിക്കൺ, അത് കഴിഞ്ഞാൽ അലൂമിനിയമാണ്. ഓക്കെ, ഇനി കളിമണ്ണുണ്ടല്ലോ, കളിമണ്ണിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹമാണ് ഏത്? അലൂമിനിയം. അതുപോലെ തന്നെ മൈക്ക, ക്ലേ എന്ന് പറഞ്ഞാൽ കളിമണ്ണ് തന്നെയാണ്. കളിമണ്ണിനെ തന്നെയാണ് പറയാം. അപ്പോൾ അതിലൊക്കെ ഇതൊക്കെ ആഗ്നേയ ധാതുക്കളാണ്. അതിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകമാണ്. നമ്മൾ ഈ ആഹാര പദാർത്ഥങ്ങൾ, നമ്മൾ ഒരു കടയിൽ പോയി എന്തെങ്കിലും അറബിക് സ്റ്റൈലിലുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചൈനീസ് സ്റ്റൈലിലുള്ള ഒരു ഫുഡ് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ചൂടോടുകൂടി അപ്പോഴും തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്കത് ചൂട് പോകാതെ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാൻ വേണ്ടി ഒരു പൊതിഞ്ഞ് തരുന്ന ഒരു റാപ്പർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പേപ്പർ, ഒരു അലൂമിനിയം ഫോയിൽ. അതാണ് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും ഇതാണ്. കിറ്റ്കാറ്റ് മുട്ടായിലാണ് ആദ്യമായിട്ട് ഞാൻ ഈ ചോക്ലേറ്റുകളിൽ ഇത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അതുപോലെ സിഗരറ്റ് പൊതിഞ്ഞു വരുന്ന കവറുകൾ കണ്ടിട്ടുണ്ടോ? ആ സിഗരറ്റിൻ്റെ ആ ഒരു ബോക്സിനകത്ത് കണ്ടിട്ടില്ലേ? ആ സിഗരറ്റിന് നനവടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? അലൂമിനിയം റാപ്പിംഗ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി മാംഗനീസ് എന്ന് പറയുന്ന ഒരു മെറ്റലുണ്ട് കേട്ടോ. ക്രോമിയം എന്ന് പറയുന്ന ഒരു മെറ്റലുണ്ട്. മാംഗനീസ്, ക്രോമിയം എന്നൊക്കെ പേരുള്ള മെറ്റലുകളുണ്ട്. ഈ മാംഗനീസ് അതുപോലെ ക്രോമിയം ഇതിനെയൊക്കെ അതിൻ്റെ ഓറിൽ നിന്നും,
മാംഗനീസിന്റെ ഓറിൽ നിന്നും അതുപോലെ ക്രോമിയത്തിന്റെ ഓറിൽ നിന്നും ഒക്കെ ഇവരെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എലമെന്റ് കൂടിയാണ് അലുമിനിയം. ഇനി പണ്ട് കാലത്ത് സ്വർണത്തിനേക്കാളും വിലയുണ്ടായിരുന്നു അലൂമിനിയത്തിന് എന്ന് അറിയാമോ? അങ്ങനെയാണ്, പണ്ട് കാലത്ത് സ്വർണത്തെക്കാളും വിലയുണ്ടായിരുന്ന ഒരു സാധനമാണ് അലുമിനിയം. പിന്നീട് അത് ആദ്യമായിട്ട് ഈ അലുമിനിയത്തെ വേർതിരിച്ചെടുത്ത ആളിന്റെ പേരാണ് ഹാൻസ് ഈസ്റ്റഡ് എന്ന് പറയുന്ന ഒരാൾ. ഹാൻസ് ഈസ്റ്റഡ് എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് അലൂമിനിയത്തെ വേർതിരിച്ചെടുത്തത്. പക്ഷെ അന്ന് അലൂമിനിയത്തിന് ഭയങ്കര വിലയായിരുന്നു, സ്വർണത്തെക്കാളും വിലയായിരുന്നു. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് അത് അലൂമിനിയം ചീപ്പാകാൻ കാരണം എന്ന് പറയുന്നത് ബോക്സൈറ്റ് എന്ന് പറയുന്ന ഒരു അയിരുണ്ട്, അലുമിനിയത്തിന്റെ അയിരാണ്. അലുമിനിയത്തിന്റെ ധാതുക്കളാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും. അതിൽ നിന്ന് നമ്മൾ ബോക്സൈറ്റിനെയാണ് അലുമിനിയത്തിന്റെ ഓറായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നോക്കൂ, അലുമിനിയത്തിന്റെ അയിരിന്റെ പേരാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ മിനറലുകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? അലുമിനിയത്തിന്റെ മിനറലുകളാണ് ഒന്ന് ബോക്സൈറ്റ്, പിന്നെ ഏതാണ് കളിമണ്ണ്, അതേപോലെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, അതേതാ? ക്രയോലൈറ്റ്. അപ്പം ഈ 3 പേരും അലുമിനിയത്തിന്റെ ധാതുക്കളാണ്. ഈ അലുമിനിയത്തിന്റെ ധാതുക്കളിൽ നിന്ന് നമ്മൾ ബോക്സൈറ്റിനെയാണ് എന്തായിട്ട് തിരഞ്ഞെടുക്കുന്നത്? ബോക്സൈറ്റിനെയാണ് നമ്മൾ അലുമിനിയത്തിന്റെ അയിരായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ഈ ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയത്തെ വേർതിരിച്ചെടുത്ത ആളിന്റെ പേരാണ് ചാൾസ് മാർട്ടിൻ ഹാൾ. ഈ ചാൾസ് മാർട്ടിൻ ഹാള് ഇതിനെ ഇങ്ങനെ വേർതിരിച്ചെടുത്തതോടുകൂടിയാണ് അലുമിനിയം ചീപ്പായി മാറിയത്. ക്ലിയർ ആണ്? അപ്പൊ നമുക്കിനി പഠിക്കാനുള്ളത് ഈ 10ാം ക്ലാസ്സിലെ പ്രൊഡക്ഷൻ ഓഫ് മെറ്റലിനകത്ത് പഠിക്കാനുള്ളത് അലൂമിനിയം എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ, അലൂമിനിയത്തിന്റെ ബോക്സൈറ്റിൽ നിന്ന് വേർതിരിക്കുന്ന രീതിയാണ്. നമ്മുടെ സി ഡി എടുത്തു കഴിഞ്ഞാൽ ആ സി ഡി ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? ഒരു സി ഡി, പണ്ടത്തെ അറിയാലോ സി ഡി അല്ലേ? അപ്പോൾ കോമ്പാക്ട് ഡിസ്ക് എന്ന് പറയുന്ന സി ഡി, ആ സി ഡിയിൽ നമ്മളൊരു ഭയങ്കര തിളക്കമുള്ള ഒരു പാർട്ട് ഉണ്ടല്ലേ, നമ്മൾ റീഡ് ആവുന്ന പാർട്ട്, അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അലൂമിനിയം ഇത് കാണാൻ പറ്റും. അപ്പം സി ഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയമാണ്. അതുപോലെ തന്നെ ഈ ഫയർ എക്സ്റ്റിങ്വിഷർ, അഗ്നിശമനികളിൽ, അതുപോലെ തന്നെ ജലശുദ്ധീകരണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം സംയുക്തമുണ്ട്, അവൻ്റെ പേരാണ് ആലം. ആലം എന്ന് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ പറയണം, അലൂമിനിയത്തിന്റെ ഒരു സംയുക്തമാണ്. അഗ്നിശമനികളിലും ജലശുദ്ധീകരണത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം സംയുക്തമാണ് ആലം എന്ന് പറയുന്നത്. ഇനി അലൂമിനിയത്തിന്റെ നീല നിറമുള്ള ധാതുവിന്റെ പേരാണ് ലാപ്പിസ് ലസൂലി. ഏതാണ്? ലാപ്പിസ് ലസൂലി. അലൂമിനിയത്തിന്റെ നീല നിറമുള്ള ധാതുവിന്റെ പേരാണ് ലാപ്പിസ് ലസൂലി. ആസിഡുകളുടെയും ആൽക്കലികളുടെയും ഒക്കെ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ അത് അലൂമിനിയം എന്ന് പറയണം. ആസിഡുകളുടെയും ആൽക്കലികളുടെയും സ്വഭാവം പ്രകടിപ്പിക്കും. ആസിഡിന്റെയും ആൽക്കലികളുടെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന സംയുക്തം ഏതാന്ന് ചോദിച്ചാൽ പറയണം, അതാണ് വാട്ടർ, ജലം. ഇവര് നമ്മൾ എന്ത് പറയും? ആംഫോടെറിക്. എന്താണ്? ആംഫോടെറിക് എന്ന് പറയും. ആംഫോടെറിക് സംയുക്തമാണ് ഏത്? ജലം. ആസിഡുകളുടെയും ആൽക്കലികളുടെയും സ്വഭാവം കാണിക്കുന്ന ലോഹം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതിനെ ഉത്തരം പറയണം? നമ്മൾ ഉത്തരം പറയേണ്ടത് അലൂമിനിയത്തെയാണ്. ഇനി റിഫ്ലക്റ്റീവ് ടെലസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. ഈ റിഫ്ലക്റ്റീവ് ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? റിഫ്ലക്റ്റീവ് ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലോഹത്തിന്റെ പേര് ചോദിച്ചാൽ അത് ഉത്തരം പറയണം, അതും അലൂമിനിയമാണ്. സിഗരറ്റ് റാപ്പർ നമ്മൾ നേരത്തെ പറഞ്ഞു. ശക്തമായ കാന്തങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അലൂമിനിയത്തിന്റെ അലോയി, ലോഹസങ്കരം ഏതാന്ന് ചോദിച്ചാൽ അലൂമിനിയം, നിക്കൽ, അല്ലെ, കൊബാൾട്ട്, ഇതൊക്കെ അയൺ, ഇതെല്ലാം ചേർന്നുണ്ടാവുന്ന ഒരു സാധനമാണ് അൽനിക്കോ. വളരെ ശക്തിയേറിയ കാന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയത്തിന്റെ സംയുക്തമാണ്, അലൂമിനിയത്തിന്റെ ലോഹസങ്കരമാണ് അൽനിക്കോ. ശക്തിയേറിയ കാന്തങ്ങൾ ഉണ്ടാക്കാനാണ് ഇവരെ ഉപയോഗിക്കുന്നത്, അൽനിക്കോ എന്ന് പറയും. ഓക്കെ, ഇനി ഏറ്റവും നന്നായിട്ട് വൈദ്യുതി കടത്തിവിടുന്നത് ആരെയാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സുകൾ കൃത്യമായി കാണണം കേട്ടോ. അവിടെ എന്ത് പറഞ്ഞു? നമ്മൾ പറഞ്ഞു വെള്ളിയാണ്. ഓക്കെ, അപ്പൊ വെള്ളിയാണ് ഏറ്റവും ശക്തമായി. ഈ ക്ലാസ്സിന്റെ തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സുകളെല്ലാം കണ്ടുവരണം. ഇതൊരു സീരീസ് ആയിട്ട് പോവുകയാണ്. നമ്മുടെ സിലബസിൽ ഏത് പരീക്ഷ എടുത്താലും അവിടെ ലോഹങ്ങൾ എന്ന ഒരു ടോപ്പിക് ഇല്ലാതെ കെമിസ്ട്രി ഇല്ല. കെമിസ്ട്രി ഉണ്ടോ? അവിടെ മെറ്റൽ ഉണ്ട്. മെറ്റൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്? അല്ലെങ്കിൽ 2-3 പോയിന്റ് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയാൽ അത് തന്നെ ചോദിക്കുന്നു, മണ്ടത്തരം നമ്മൾ കാണിക്കും. അപ്പം നമ്മൾ ഏതെങ്കിലും 1-2 പോയിന്റ് പഠിച്ചിട്ട് പോയാൽ അത് തന്നെ ചോദിക്കണമെന്ന് എന്താ നിർബന്ധം? എന്നിട്ട് പരീക്ഷ പാടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ സിലബസ് വ്യക്തമായി കൃത്യമായി അതെന്ത് ചെയ്യണം? കവർ ചെയ്യണം. അത് നല്ല ഈ പറയുന്നത് പോലെ കീറി മുറിച്ച്
നമ്മൾ ഓരോ സെന്റൻസുകളും മനസ്സിലാക്കി പഠിച്ച് ഒരു പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗ്യത ഏതാണോ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ അതനുസരിച്ചുള്ള ജോലി നമുക്ക് കിട്ടും. നമ്മൾ ഇങ്ങനെ അല്ലല്ലോ പോണത്. നമ്മൾ ഏതെങ്കിലും പൊട്ടത്തരം എഴുതി വെച്ചിരിക്കുന്ന ഒരു റാങ്ക് ഫെയിലോ ഏതെങ്കിലുമൊക്കെ വായിച്ചിട്ട് അങ്ങ് പോയി പരീക്ഷ എഴുതിയിട്ട് കുറേ പരാതി പറയും, അല്ലേ? അങ്ങനെയല്ല. അപ്പം നമ്മൾ അത് ഓരോ ടോപ്പിക്കും, പ്രത്യേകിച്ച് സയൻസിലാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. എന്താണ് സയൻസിൽ? നമുക്ക് സയൻസിൻ്റെതായ കുറേ സയന്റിഫിക് ടേംസ് ഉണ്ട്. അത് മാത്രമല്ല അതിനകത്തൊരു മെക്കാനിസം ഉണ്ട്. അപ്പം ഇതൊക്കെ കൂടി നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് സയൻസ്. അതിനെ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ എങ്ങനെ ഒതുക്കാം, ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ പഠിക്കാം, അതിനാണ് നമ്മൾ തിങ്കളും വ്യാഴനും ക്ലാസ് വയ്ക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾ റെഗുലറായിട്ട് കൃത്യമായിട്ട് കണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ. വൈദ്യുത പോസ്റ്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുത കമ്പികൾ, അതിന് നമ്മൾ വെള്ളിയല്ലേ നല്ലത്? ഏറ്റവും നന്നായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് ലോകം ഏതാണ്? വെള്ളിയാണ്. എന്തുകൊണ്ടാണ് വെള്ളി ഉപയോഗിക്കാത്തത്? വെള്ളി ഭയങ്കര കോസ്റ്റ്ലിയാണ്. വെള്ളി ഉപയോഗിച്ച് നമുക്ക് ഇത്രയും എന്താ പറയുക വൈദ്യുത കമ്പികൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അലൂമിനിയത്തിന്റെ ചെറിയ പൊടിയുണ്ട്, അത് സൂക്ഷ്മധൂളി, പെയിന്റ്, അതേപോലെ വാർണിഷ് എന്നിവയുടെ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ സാധാരണ വാഹനങ്ങളിലൊക്കെ അടിക്കുന്ന പെയിന്റ് ഉണ്ടല്ലോ, അതിനെ മെറ്റാലിക് പെയിന്റ് എന്നാ പറയുക. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഈ അലൂമിനിയത്തിന്റെ ചെറിയ ഇത് ഉപയോഗിക്കാറുണ്ട്. ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ബേയേഴ്സ് പ്രോസസ് എന്ന് പറയും. അത് നമ്മൾ 10ാം ക്ലാസ്സിലെ ടെസ്റ്റിൽ പഠിക്കാനുണ്ട്. ഇനി നമ്മൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ബോക്സൈറ്റിന്റെ ശുദ്ധീകരണം. ബോക്സൈറ്റിനകത്താണ് അലൂമിനിയം ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ബോക്സൈറ്റിൽ നിന്നാണ് അലൂമിനിയം പെട്ടെന്ന് വേർതിരിക്കാൻ കഴിയുന്നത്. ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയം വേർതിരിക്കാൻ ചെലവ് കുറവാണ്. ബോക്സൈറ്റിനകത്ത് സുലഭമായി ബോക്സൈറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ആ ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയം വേർതിരിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. 2 പ്രക്രിയകളാണ് അതിനുവേണ്ടി ഉപയോഗിക്കുക. 1 ലീച്ചിങ്ങും 2 വൈദ്യുത വിശ്ലേഷണവും. ഓക്കെ. ഇനി ഇവിടെ ഈ പോയിന്റുകളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളാണ്, അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നോക്കൂ, അലൂമിനിയത്തിന്റെ ഒരു റിയാക്ഷനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അലൂമിനിയം നീരാവിയുമായി പ്രവർത്തിച്ചാൽ അലൂമിനി എന്ന് പറഞ്ഞ സംഭവവും ഹൈഡ്രജനും ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അലൂമിനിയം ഹൈഡ്രജനും. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് വേണ്ട, ഈ ഒരു പോയിന്റ് വേണ്ട. അത് കഴിഞ്ഞിട്ട് 1827 ഫ്രെഡറിക് ഓളർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അലുമിനിയം ക്ലോറൈഡിൽ നിന്നും AlCl3 അലുമിനിയം ക്ലോറൈഡിൽ നിന്നും പൊട്ടാസ്യം ഉപയോഗിച്ച് അവനെ റിയാക്ട് ചെയ്യിപ്പിച്ചപ്പം പൊട്ടാസ്യം ഉപയോഗിച്ച് റിയാക്ട് ചെയ്യിപ്പിച്ച് അലുമിനിയത്തെ വേർതിരിച്ചെടുത്ത്. അപ്പം പൊട്ടാസ്യം ക്ലോറിനും ചേർന്ന് പൊട്ടാസ്യം ക്ലോറൈഡ് ആവും, അലുമിനിയം കിട്ടി. അങ്ങനെ ആദ്യമായി ചെയ്ത ആളുടെ പേരാണ് ഫ്രെഡറിക് ഓളർ. ഇനി അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ചാൾസ് മാർട്ടിൻ ഹാളും ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഹെറോൾട്ടും ചേർന്നിട്ടാണ് 1886 ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുത്തത്. ഈ ഒരു പ്രോസസ്സ് നമുക്ക് പഠിക്കാനുണ്ട്, അത് നമുക്ക് പഠിക്കാം. രണ്ടുപേരും ഒരുപോലെ വികസിപ്പിച്ചെടുത്ത അമേരിക്കക്കാരനായ ശാസ്ത്രജ്ഞനും ഫ്രഞ്ച് ശാസ്ത്രജ്ഞനും ചേർന്നുണ്ടാക്കിയ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഹാൾ ഹെറോൾട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഹാൾ ഹെറോൾട്ട് പ്രോസസ്സ് നടത്തുന്നത് 2 ഘട്ടങ്ങളിലൂടെയാണ്. ഇനി മുതലാണ് നമ്മൾ അലൂമിനിയം എങ്ങനെ നിർമ്മിക്കുന്നത്, അലൂമിനിയത്തെ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നമ്മൾ മെക്കാനിസം പഠിക്കാൻ പോകുന്നത്. ഒരു സാറിൻ്റെ ആവശ്യം ഇനിയാണ്. ഓക്കെ, ഇത്രയും നമുക്ക് വായിച്ചാലൊക്കെ മനസ്സിലാവും. അലൂമിനിയത്തെ മനസ്സിലാവും. പീരിയോഡിക് ടേബിളിൽ 13 മാസ് നമ്പർ 27, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, മറ്റു കാര്യങ്ങളെല്ലാം ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. പി ബ്ലോക്ക് എലമെന്റ് ആണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ബോറോൺ കുടുംബത്തിൽ വരുന്ന 2ാമത്തെ അംഗമാണ്. ഇതൊക്കെയാണ് അലൂമിനിയം. ഇനി ബോക്സൈറ്റിനെയാണ് അലൂമിനിയത്തിന്റെ അയിരെന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് 2 ഘട്ടങ്ങളിലൂടെയാണ്. 1ാമത്തെ ഘട്ടമാണ് ബോക്സൈറ്റിന്റെ സാന്ദ്രണം എന്ന് പറഞ്ഞാൽ ബോക്സൈറ്റിനകത്തിരിക്കുന്ന അഴുക്കിനെ കളയണം. ബോക്സൈറ്റിനകത്തിരിക്കുന്ന അഴുക്കിനെ കളയാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തെ വിളിക്കുന്ന പേരാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. NaOH എന്നാണ്. ഇത് NaOH ഫോണ്ട് മാറിക്കിടക്കുകയാണ്, NaOH. ഓക്കെ, അപ്പം ലീച്ചിങ് എന്നാണ് പറയുക. ഒരു കെമിക്കൽ ഉപയോഗിച്ച് അഴുക്കിനെ മാറ്റുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീച്ചിങ്. അപ്പൊ എന്താണ് ലീച്ചിങ് എന്ന് ചോദിച്ചാൽ പറയണം, രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഒരു അയിരിനെ ശുദ്ധീകരിക്കുന്നതിനെയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ലീച്ചിങ് വഴിയാണ് ബോക്സൈറ്റ് ശുദ്ധീകരിക്കുന്നത്. ഓക്കെ, അപ്പം ഏതൊരു ലീച്ചിങ്ങിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കെമിക്കൽ വേണം. അപ്പൊ NaOH ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. NaOH ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീച്ചിങ് ചെയ്യാൻ പറ്റും. അപ്പൊ ബോക്സൈറ്റിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് NaOH. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ബോക്സൈറ്റ് എടുത്തിട്ട് NaOH റിയാക്ട് ചെയ്യിപ്പിക്കണം. NaOH ചൂടുള്ളതായിരിക്കണം, ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിരിക്കണം.
ഓക്കെ, അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം അതിനകത്ത് ആ ബോക്സൈറ്റിനകത്തിരിക്കുന്ന മെറ്റൽ പാർട്ട് ഈ സോഡിയം ഹൈഡ്രോക്സൈഡിൽ ലയിക്കുകയും സോഡിയം അലൂമിനേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഫോർമുല, സോഡിയം അലൂമിനേറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ബോക്സൈറ്റ് എടുത്തു. ബോക്സൈറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനകത്ത് ചൂടുള്ള എണ്ണയെ ഒഴിച്ചപ്പോൾ ആ ബോക്സൈറ്റിനകത്തിരിക്കുന്ന മെറ്റല് NaOH ലയിച്ച് സോഡിയം അലൂമിനേറ്റ് എന്ന് പറയുന്ന വസ്തു ഉണ്ടായി. എന്നിട്ട് സോഡിയം അലൂമിനേറ്റ് കൊണ്ട് അഴുക്കുമുണ്ട്. നമ്മൾ അരിച്ചു കളഞ്ഞാൽ ആ അഴുക്കുകളെല്ലാം അങ്ങ് പൊയ്ക്കോളും. അഴുക്കിനെ കുറിച്ച് നമ്മൾ വറീഡാവണ്ട, അഴുക്ക് പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത് പറഞ്ഞേ? നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സാധനം ബോക്സൈറ്റ് ആണ്. ഓക്കെ, ബോക്സൈറ്റിനകത്ത് നമ്മൾ എന്ത് ചേർത്തു? NaOH ചേർത്തു. NaOH ചേർത്തപ്പോൾ എന്ത് സംഭവിച്ചു? സോഡിയം അലൂമിനേറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടായി, സോഡിയം അലൂമിനേറ്റ്. എന്നിട്ട് അഴുക്കുണ്ടായിരുന്നല്ലോ, അഴുക്കിന് നമ്മൾ എന്ത് ചെയ്തു? ഫിൽട്ടർ ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിൽ സോഡിയം അലൂമിനേറ്റ് മാത്രമാണുള്ളത്. അതിനകത്തേക്ക് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. AlOH ത്രൈസ് ആണ്. AlOH ത്രൈസ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് കുറച്ച് ചേർക്കണം ഇവിടെ. AlOH ത്രൈസ് ഇതിനകത്താണ് ചേർക്കേണ്ടത്. സോഡിയം അലൂമിനേറ്റിനകത്ത് അലൂമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ ലായനി ചേർക്കണം. അപ്പോഴത്തേക്കും നമുക്ക് അലൂമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രിസിപ്പിറ്റേറ്റ് കിട്ടും, PPT. പ്രിസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള പദാർത്ഥം, തൈര് കണക്കിരിക്കും. ഓക്കെ, അത്രയും കട്ടി കാണും. തൈര് കണക്കിരിക്കും എന്ന് പറഞ്ഞത് അത്രയും കട്ടി കാണും. ഇവനെ ചൂടാക്കണം. ചൂടാക്കുമ്പോൾ അലൂമിന ഫോം ചെയ്യും. Al2O3 ആണ്, Al2O3. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം കിട്ടും. അവൻ്റെ പേരാണ് അലൂമിന. ഇത്രയും കിട്ടിയാൽ, അതായത് ബോക്സൈറ്റിനെ നമ്മളിപ്പോൾ എന്താക്കി മാറ്റി? ബോക്സൈറ്റിൻ്റെ ഫോമിൽ എന്താ? Al2O3 ഡോട്ട് 2 വാട്ടർ. ഇതാണ് ബോക്സൈറ്റ്. ഇപ്പം എന്തായി മാറി? Al2O3 ആയി മാറി. അവൻ്റെ പേരെന്താ? അലൂമിന. ബോക്സൈറ്റ് അലൂമിനയാക്കി മാറ്റാൻ ഉപയോഗിച്ച രാസപദാർത്ഥം ഏതാ? NaOH. ഈ പരിപാടിയെ വിളിക്കുന്ന പേരെന്താ? ലീച്ചിങ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. കണ്ടോ, ബോക്സൈറ്റ് അലൂമിനയായി മാറി എന്തുപയോഗിച്ചതുകൊണ്ട്? NaOH. ഈ പരിപാടി വിളിക്കുന്ന പേരെന്താ? ലീച്ചിങ് എന്ന് പറയും. ക്ലിയർ ആണ്? അപ്പോൾ അലൂമിനയായി മാറി. ഇനിയാണ് കുറച്ചുകൂടി ഗൗരവമായ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് ലീച്ചിങ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് വൈദ്യുത വിശ്ലേഷണം. ഇതിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത അലൂമിന ഇവിടേക്ക് എടുക്കണം. ഈ ടാങ്കിനകത്ത് എടുക്കണം. ഓക്കെ, എന്നിട്ട് അതിനകത്ത് ക്രയോലൈറ്റും കൂടെ ഒഴിക്കണം. ക്രയോലൈറ്റ് അതിൻ്റെ ഫോമുല പഠിച്ചോണേ. Na3Al(F6). ഇതാണ് ക്രയോലൈറ്റ്. എന്തിനാണ് അലൂമിനയുടെ കൂടെ? അലൂമിന എന്താണ്? Al2O3. അലൂമിന നമ്മൾ ലീച്ചിങ്ങിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ലീച്ചിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ് അലൂമിന. ആ അലൂമിനയ്ക്കകത്ത് നമ്മൾ എന്ത് ചേർത്തു? ക്രയോലൈറ്റ്. എന്തിനാ ചേർത്തത്? അലൂമിന വൈദ്യുതി കടത്തിവിടുന്നതിൽ പിശുക്കുണ്ട്. നല്ല ഒരു വൈദ്യുതി നമ്മളിവിടെ ഇതിനകത്തൂടെ കറണ്ടാണ് കടത്തിവിടാൻ പോണേ. കടന്നു പോകാൻ അലൂമിനയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കാരണം, നമ്മൾ കറണ്ട് കടത്തിവിടുമ്പോൾ അലൂമിന പെട്ടെന്ന് ഉരുകൂല. മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാനാണ് നമ്മൾ ക്രയോലൈറ്റ് ചേർത്തത്. അത് പഠിച്ചോണം. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാൻ വേണ്ടി ചേർത്ത സാധനമാണ് ക്രയോലൈറ്റ്. അപ്പോൾ ക്രയോലൈറ്റ് അലൂമിനയ്ക്കകത്ത് ചേർത്താൽ അലൂമിനയുടെ മെൽറ്റിംഗ് പോയിന്റ് കുറയും, അലൂമിനയിലൂടെ വൈദ്യുതി കടന്നു പോവുകയും ചെയ്യും. ഇത് രണ്ടും ഇതിനകത്തൊരു തടസ്സങ്ങളായിരുന്നു. ആ തടസ്സം മാറാനാണ് ക്രയോലൈറ്റ് ചേർത്തത്. ഇതൊരു ടാങ്കാണ്, ഇരുമ്പ് ടാങ്ക്. കാർബൺ കൊണ്ടുള്ള ഒരു ലൈനിങ് ഉണ്ട്. ഇതിനെ ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ കാഥോഡ് എന്ന് പറയും. ഇതിൻ്റെ മുകളിൽ കുറേ പോസിറ്റീവ് ചാർജുള്ള കാർബൺ ദണ്ടുകൾ വെച്ചിട്ടുണ്ട്. അതിനെ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, പോസിറ്റീവ് ചാർജ് കടന്നു വരാനും നെഗറ്റീവ് ചാർജ് കടന്നു വരാനും രണ്ട് വഴികളുണ്ട്. ഇതിലൂടെ വൈദ്യുതി ഈ ഒരു ടാങ്കിനകത്തേക്ക് എത്തും. ഈ ടാങ്കിനകത്തേക്ക് ഒരു വൈദ്യുതി എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇതിനകത്തിരിക്കുന്ന അലൂമിനിയം. കണ്ടോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്തിനാണ് ഇവനെ ചേർത്തത്? അലൂമിനിയയുടെ ദ്രവണാങ്കം 2017 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചെറുതാണോ? അത് അല്ല, വലുതാണ്. അപ്പം ഇത്രയും ഈ ദ്രവണാങ്കം, ഈ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാനാണ് നമ്മൾ ക്രയോലൈറ്റിനെ ചേർത്തത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വൈദ്യുതി കടത്തി വിടുകയാണ്. ടാങ്കിലൂടെ നെഗറ്റീവ് ചാർജും കാർബൺ ദണ്ടിലൂടെ പോസിറ്റീവ് ചാർജും. അങ്ങനെ ഈ ടാങ്കിനകത്തേക്ക് കറണ്ട് വരും. കറണ്ട് വരുമ്പോൾ അലൂമിന Al2O3 വിഘടിച്ച് Al3+ഉം O2- ആയി മാറും. ഈ Al3+ നേരെ എങ്ങോട്ടേക്ക് പോകും? കാഥോഡിലേക്ക് പോയി ഇലക്ട്രോണിനെ വാങ്ങി അവിടെ അങ്ങ്
അവിടെ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യും. അതായത് ആ ടാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഈ O2- എങ്ങോട്ടേക്ക് പോകും? അതിൻ്റെ ചാർജ് നെഗറ്റീവ് അല്ലേ? അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക്, അതായത് കാർബൺ ദണ്ടിലേക്ക് പോയി ഓക്സിജനായി അവിടെ കാർബൺ ദണ്ടുണ്ട്, കാർബണുമായി റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡോ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡോ ആവും. എന്നിട്ട് അതുവഴി അങ്ങ് ഗ്യാസ് ആയതുകൊണ്ട് അതുവഴി അങ്ങ് പോകും. അതായത് ടാങ്കിൻ്റെ പുറത്ത് കാണപ്പെടുന്ന പുക കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പുകയാണ്. ക്ലിയർ ആണ്? അപ്പം ഈ ടാങ്കല്ലേ കാഥോഡ്, ടാങ്കിനകത്ത് ആര് അവശേഷിക്കും? അലുമിനിയം. അലുമിനിയത്തിന് എന്താ സംഭവിച്ചത്? Al3+ എന്ന് പറയുന്ന അയോണ് ടാങ്കിൽ പോയി ഇലക്ട്രോണിനെ വാങ്ങിച്ചു. ഇലക്ട്രോണിനെ വാങ്ങണതിന് എന്ത് പറയും? നിരോക്സീകരണം. അപ്പം കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം ഏത് എന്ന് ചോദിച്ചാൽ കാഥോഡ് എന്ന് പറയുന്നത് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ കാഥോഡിൽ എന്താ നടന്നത്? കാഥോഡിൽ നടന്നത് Al3+ അവിടെ പോയിട്ട് ഇലക്ട്രോണിനെ വാങ്ങിച്ചു. ഇലക്ട്രോണിനെ വാങ്ങുന്നതിനെ നിരോക്സീകരണം എന്നല്ലേ പറയുന്നത്? ആണ്. അപ്പോൾ കാഥോഡിൽ നടന്നത് നിരോക്സീകരണമാണ്. നിരോക്സീകരണം സംഭവിച്ച ആർക്കാണ്? Al3+-നാണ്, അലൂമിനിയത്തിനാണ്, അലൂമിനിയം അയോണുകൾക്കാണ്. എന്നിട്ട് അത് അലൂമിനിയമായി മാറി. എന്നാൽ O2- എന്ത് ചെയ്തു? O2- ആനോഡിലേക്ക് പോയി ഇലക്ട്രോൺ കളഞ്ഞു. ഇലക്ട്രോൺ കളയണതിന് എന്ത് പറയും? ഓക്സീകരണം എന്ന് പറയും അല്ലേ? അപ്പോൾ ഇലക്ട്രോൺ കളഞ്ഞത് ആരാണ്? ഇലക്ട്രോൺ കളഞ്ഞത് ഓക്സിജൻ അയോണാണ്. അപ്പോൾ ആനോഡിൽ ഓക്സീകരണവും നടന്നു. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ ഈ ടാങ്കിൽ എന്ത് കാണാൻ പറ്റും? ഈ ടാങ്ക് നിറച്ചും അലൂമിനിയം കാണാൻ പറ്റും. ടാങ്കിനെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ടാങ്കിനെ നിങ്ങൾ കണ്ടോണം. ഈ ടാങ്കിൻ്റെ പ്രത്യേകത, ഈ ടാങ്ക് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ടാങ്കാണ്. ഈ ടാങ്കിൽ ഇതാണ് കാഥോഡ്. കണ്ടോ? ഈ കാഥോഡിൽ എന്താ നടന്നതെന്ന് ചോദിച്ചാൽ Al3+, അലൂമിനിയക്കകത്തുള്ള Al3+ അവിടെ വന്ന് ഇലക്ട്രോണിനെ വാങ്ങും. 3 ഇലക്ട്രോണിനെ വാങ്ങി അലൂമിനിയമായി മാറും. ഇലക്ട്രോണിനെ വാങ്ങുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിരോക്സീകരണം, റിഡക്ഷൻ, നിരോക്സീകരണം. ഓക്കെ. അപ്പോൾ നിരോക്സീകരണം സംഭവിച്ച ആർക്കാണ്? അലൂമിനയ്ക്കകത്തുള്ള Al3+ എന്ന് പറയുന്ന അയോണിനാണ്. ഇതാണ് അലൂമിന, Al2O3. ഇതാണ് വിഘടിച്ച് എന്തൊക്കെയായി മാറിയത്? Al3+ഉം O2-. കൃത്യമായി ഇങ്ങനെ പഠിച്ചു പോകും, നന്നായിരിക്കും. ഇനി O2- കണ്ടോ? അവൻ്റെ ചാർജ് എന്താ? നെഗറ്റീവാണ്. അവൻ എങ്ങോട്ട് പോയി? പോസിറ്റീവ് ചാർജ് ഉള്ളതാ ഈ ഭാഗത്തേക്ക് പോയി. അവൻ്റെ പേരെന്താ? ആനോഡ്. അവിടെ പോയിട്ട് എന്താ സംഭവിച്ചത്? O2- ഇലക്ട്രോണിനെ കളഞ്ഞപ്പോൾ O ആയി. കണ്ടോ? ഇലക്ട്രോണിനെ കളഞ്ഞു. ഈ Oയും ഈ കാർബണിനകത്തിരിക്കുന്ന കാർബണും ചേർന്ന് കാർബൺ മോണോക്സൈഡ് ആവും, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആവും. മനസ്സിലായോ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ നിന്ന് പുകയായിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ ഈ പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്ക് ടാങ്ക് നിറച്ചും അലൂമിനിയം കിട്ടും അല്ലേ? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാർബൺ ദണ്ടുകൾ മാറ്റി കൊടുക്കണം. കാരണം ഈ ഓക്സിജൻ ഈ കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡായി മാറുന്നുണ്ട്. അപ്പോൾ ആ കാർബൺ ദണ്ടിലെ കാർബൺ തീർന്നു പോകും. അപ്പോൾ ഈ വൈദ്യുത വിശ്ലേഷണം ചെയ്യാനെടുത്ത നമ്മുടെ ആ ഒരു ടാങ്കിനകത്തെ കാർബൺ ദണ്ടുകൾ പീരിയോഡിക്കലി മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളോട് നിർബന്ധമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ സയൻസ് ഈ രീതിയിൽ പഠിച്ചു വരണം. എനിക്ക് ചില കുട്ടികൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, സാർ സയൻസിൻ്റെ ബാച്ച് ഉണ്ടോ? ഇതേപോലെ സയൻസ് സാർ ക്ലാസ് എടുത്തിട്ടുണ്ടോ എന്ന്. ഉണ്ട്, ഇതിൻ്റെ ക്ലാസ്സുകളുണ്ട്. ഇത് അപ്ഡേറ്റ് ചെയ്ത്, നമ്മുടെ ഈ ക്ലാസ്സുകളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് ഉടൻ തന്നെ സയൻസിൻ്റെ ഒരു കിടിലം ബാച്ച്, ഇതുപോലെ പഠിപ്പിക്കുന്ന ഒരു ബാച്ച്, SCRT എന്ത് പരീക്ഷയ്ക്കും, സയൻസ് ഉള്ള എല്ലാ പരീക്ഷയ്ക്കും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതോടൊപ്പം തന്നെ ആരോഗ്യരംഗം, ഇത്രയും ചേർന്ന് വരുന്ന, അതുപോലെ എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെ ഒരു കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്, സാർ സയൻസിൻ്റെ കോഴ്സ് വേണം. അത് പഴയ കോഴ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് തന്നാൽ പറ്റത്തില്ല. അതൊന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കും. ഓക്കെ. നിങ്ങൾ ഈ നമ്പർ എന്തായാലും നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക, നിങ്ങൾ എഴുതി വെച്ചേക്കുക. എൻ്റെ പേഴ്സണൽ നമ്പറാണ്. കാരണം നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഓഫ്ലൈനോ അല്ലെങ്കിൽ ഓൺലൈനിലോ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് അന്വേഷിക്കാം. ഓക്കെ. കാരണം ഇത് പറയാൻ കാരണം, എല്ലാ കോഴ്സുകളും LP UP, കമ്പനി ബോർഡ് LGS, ഫോഴ്സിൻ്റെ ക്ലാസ്സുകൾ മാത്രം നമുക്കിപ്പോൾ ഇല്ല. ഫോഴ്സിൻ്റെ ക്ലാസ്സിലും എൻക്വയറി CPO, WCPO എൻക്വയറീസ് ഉണ്ട്. നമ്മൾ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമാണ് നമുക്കില്ലാത്തത്. സ്പെഷ്യൽ ടോപ്പിക് ഇല്ലാതെ ക്ലാസ് മതിയെങ്കിൽ തരാൻ പറ്റും. പക്ഷേ സ്പെഷ്യൽ ടോപ്പിക്ക് കൂടെ എടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ബാക്കിയെല്ലാം ഉണ്ട്. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഉണ്ട്, LGS ഉണ്ട്, LP UP ഉണ്ട്, LDC 2027 നടക്കും. അപ്പോൾ അതിൻ്റെ ക്ലാസ്സും ഒക്കെ ഉണ്ട്. ഇത് ക്ലാസ് ആരാണ് പഠിപ്പിക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോ ക്ലാസ്സിലൂടെ അറിയിക്കാം. അതിനുശേഷം നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ
നിർബന്ധമൊന്നുമില്ല. ഞാൻ നിങ്ങളെ ഒരിക്കലും കമ്പൽ ചെയ്യൂല. കമ്പൽ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ ബിസിനസ് ചെയ്യുന്നവരാണ്. എനിക്ക് അങ്ങനെ കമ്പൽ ചെയ്യൂ, ഞാനങ്ങനെ കമ്പൽ ചെയ്യത്തില്ല. കാരണം ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു ബിസിനസ് മാൻ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനകത്ത് ഞാൻ പറയുന്നതും എൻ്റെ ക്ലാസ്സിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സ് എടുക്കാം. ഞാൻ എന്നെക്കാളും മിടുക്കനായ അധ്യാപകനെ മാത്രമേ എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അത് ഉറപ്പായ കാര്യമാണ്. പിന്നെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റായി പറയുന്നത്, PYQ എന്ന് പറഞ്ഞൊരു സെഷൻ, അത് ഞാൻ മാത്രമാണ് ക്ലാസ് എടുക്കുന്നത്. 2025, 24, 23 കാലയളവിലെ PSC നടത്തിയ പരീക്ഷകളുടെ ക്വസ്റ്റ്യനും അത് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതികളും കണക്റ്റഡ് ഫാക്റ്റും കൂടെ ചേർത്ത് നമ്മളൊരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീസ് 999 പക്ഷേ ഇപ്പോൾ നമ്മളത് 399 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് ആദ്യത്തെ 200 കുട്ടികൾക്ക്, 100 ആയിരുന്നു, അതിപ്പോൾ നമ്മൾ മാറ്റി 200 കുട്ടികൾക്ക് നൽകുന്നുണ്ട്. ജോയിൻ ചെയ്യണം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. നിങ്ങളുടെ സിലബസ് കറക്റ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ വിധി മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.